പ്രിയപ്പെട്ടവരെ, സ്വാതി ബഡായിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാതി ബഡായി ഇപ്രാവശ്യം പറയാൻ പോകുന്നത് ഒരു പൂരത്തിന് പോയ ഒരു കഥയാണ്. ഈ നായ പൂരം കാണാൻ പോകുന്ന പോലെ പൂരത്തിന് പോകാന്നൊക്കെ പറയുന്നിട്ടില്ലേ? ബഡായി ഇപ്രാവശ്യം അങ്ങനെയാണ് ഒരു പൂരത്തിന് പോയത്. ബഡായി മാത്രമല്ല, ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ പോകുന്നു. കാരണം എന്തെങ്കിലും ഒരു പരിപാടി പൂരപ്പറമ്പിലത്തെ കാണണമെന്ന് വിചാരിച്ച് എയിം വെച്ച് പോയാലും ഏതെങ്കിലും ഒരു നല്ല പരിപാടി അതിൻ്റെ ഇടയിൽ നമ്മളെ കണിവെച്ച് പിടിക്കും. ഞാനും അങ്ങനെ പൂരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പൂരപ്പറമ്പിൽ വെച്ചിട്ട് ശരിക്കും എന്നെ കണിവെച്ച് പിടിച്ചത് ഒരു പഞ്ചവാദിയാണ്. പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു കെണിയാണ്. പെട്ടുപോയ ഊരി പോരാൻ പാടാണ്. കുറച്ച് പ്രശസ്തരും പ്രമാണിമാരുമായ കലാകാരന്മാരെ കൂട്ടുന്നെങ്കിൽ പറയും വേണ്ട. ഞാനങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ലയിച്ച് നോക്കുന്നു. അങ്ങനെ മത്തളം, എട്ടയ്ക്ക, അങ്ങനെ പെരുക്കങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൊമ്പ്, കുഴൽപ്പറ്റ്. ഈ കുഴൽപ്പറ്റിൻ്റെ ഇടയിൽ വലിയ വലിയ ആൾക്കാർ കുഴൽ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു കുഴൽ, രണ്ട് കുഴൽ തന്നെ വിളിക്കുന്ന പോലെ തോന്നി. ബഡായി അങ്ങനെ തിക്കി തിരക്കി ഈ പഞ്ചവാദ്യത്തിൻ്റെ പിന്നിലേക്ക് ചെന്നു. നമുക്ക് മുന്നിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. ഒന്നാമത് ഈ കൊമ്പും മേളക്കാരും തമ്മിൽ മുഖാമുഖമാണ് നിൽക്കുക. അതിൻ്റെ ഇടയിൽ കടന്ന് എല്ലാം അസാധ്യമാണ്. അങ്ങ് തിക്കി തിരക്കി പിന്നിലേക്ക് ചെന്നപ്പോൾ ഈ കൊമ്പിനോളം തന്നെ ഉയരമില്ലാത്ത ഒരു കുട്ടിയും ഈ കൊമ്പിനേക്കാൾ അല്പം ഉയരമുള്ള വേറൊരു കുട്ടിയും, ഇങ്ങനെ രണ്ട് പെൺകുട്ടികളാണ് ഈ കൊമ്പ് വഹിക്കുന്നത്. സ്വാതി ബഡായി ആ കെണിയിൽ കുടുങ്ങി കുറച്ചു നേരം. സത്യത്തിൽ ഇത്തിരി കനപ്പെട്ടൊരു വാദ്യോപകരണമാണ് ഈ കൊമ്പ്. എങ്കിലും ആ കുട്ടികൾ അവരുടെ ശബ്ദത്തോട് ചേർത്ത് അത്ര അരുമയായി, അത്ര സ്നേഹത്തോടു കൂടി അതിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ, കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെ എത്ര അരുമയായിട്ടാണ് ആ കൊമ്പ് അവരുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചവാദ്യപ്പെരുക്കങ്ങളുടെ നടുക്ക് കൊമ്പുയർത്തി നിന്ന രണ്ട് പെൺപോരിമികളുടെ കഥയല്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അവരെത്തിച്ചേർന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ. പെൺകുട്ടികളെല്ലാം അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ച രക്ഷിതാക്കളുടെ, അവരെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ, അവരെ വരവേറ്റ നാടിൻ്റെ, നാളെ ഒരുപക്ഷെ ചരിത്രമായി തീരേണ്ട ഒന്നിൻ്റെ തുടക്കം പോലുമാണ്. കുറച്ചും കൂടി പ്രാസമൊപ്പിച്ച്, കുറച്ചും കൂടി ആലങ്കാരികമായി പറയുകയാണെങ്കിൽ, ലോകത്തിൽ ആദ്യമായി പഞ്ചവാദ്യപ്പെരുക്കത്തിലെ കൊമ്പുയർത്തിയ രണ്ട് കൊമ്പികളുടെ കഥ എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുക.
സ്വാധീപടായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു പക്ഷേ ഗിന്നസ് ബുക്കിലേക്ക് വരെ കയറാൻ സാധ്യതയുള്ള 2 പെൺകരുത്തിൻ്റെ കഥയാണ്.